ഗതാഗത നിയമലംഘകരെ പൂട്ടാൻ AI ക്യാമറകളുമായി പോലീസും എത്തുന്നു. സംസ്ഥാനത്ത് അപകടങ്ങളും ഗതാഗത നിയമലംഘനങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ AI ക്യാമറകൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേരള പോലീസ് എത്തുകയായിരുന്നു. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കാൻ ട്രാഫിക് IG-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ADGP മനോജ് എബ്രഹാം വിളിച്ചു ചേർത്ത യോഗത്തിലാണ് AI ക്യാമറകൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ തീരുമാനമായത്. കൂടാതെ റോഡിൽ 24 മണിക്കൂറും പോലീസ് ഉദ്യോഗസ്ഥരെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും വിന്യസിപ്പിച്ച് നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നിരവധി വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ഗതാഗത നിയമലംഘനങ്ങൾ തടയാൻ AI ക്യാമറകൾ വിജയകരമാകുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച 675 ക്യാമറകളാണ് ഇപ്പോൾ നിരത്തുകളിലുള്ളത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറകൾ എത്തപ്പെടാത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാകും പോലീസ് ക്യാമറകൾ സ്ഥാപിക്കുക. AI ക്യാമറകളുടെ എണ്ണം കൂട്ടാൻ നേരത്തെ മോട്ടോർ വാഹന വകുപ്പും തീരുമാനിച്ചിരുന്നു. എന്നാൽ കരാറെടുത്ത കെൽട്രോൺ ഏറ്റെടുത്ത ഉപകരാറുകൾ വിവാദമാവുകയും പദ്ധതി ഉപേക്ഷിക്കുകയുമായിരുന്നു. 165 കോടിയാണ് ആദ്യഘട്ട AI ക്യാമറകൾ സ്ഥാപിക്കാനായി ചിലവായത്. ആദ്യ വർഷം പിഴയായി 78 കോടിയും ലഭിച്ചിരുന്നു. നിയമപ്രകാരം ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്താൻ മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും തുല്യ അധികാരമാണുള്ളത്.